ആദ്യത്താണ് അഭിനയം. അപ്പൊ ആ ഒരു ഫീൽ പറയാം ആദ്യമായിട്ട് ക്യാമറയ്ക്ക് മുന്നിൽ വരുമ്പോൾ. ക്യാമറയുടെ മുന്നിൽ അങ്ങനെ അഭിനയിച്ചിട്ടില്ല, അങ്ങനെ ഇതുവരെ അഭിനയിച്ചിട്ടില്ല. ആദ്യമായിട്ട് ഇങ്ങനെ ഒരു കോള് വരുന്ന ഇങ്ങനെ ഒരു ചാൻസ് ഉണ്ട് എന്ന് അറിഞ്ഞപ്പോൾ ഇങ്ങനെ വരുന്നു. എന്നിട്ട് ഭയങ്കര വളരെ സ്നേഹത്തോടെ ആദ്യമായിട്ടെന്ന രീതിയിൽ പരിഗണിക്കാതെ എല്ലാവരും ഭയങ്കര സ്നേഹത്തോടെ നിൽക്കുകയും അത് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തരികയും എല്ലാം നല്ല രീതിയിൽ ചെയ്തു. വളരെ സന്തോഷമുണ്ടായിരുന്നു. ഉള്ളിലുള്ളിൽ പേടിയുണ്ടായിരുന്നു ഇങ്ങനെ ശരിയാവോ. പക്ഷേ നമ്മുടെ ഡയറക്ടർ സാറും എല്ലാവരും കൂടെ ഒരുമിച്ച് ഭയങ്കര സ്നേഹത്തോടെ നിന്ന് എല്ലാം ഇങ്ങനെ നടത്തി. അഭിനയിക്കേണ്ട മോഹം നേരത്തെ ഉണ്ടായിരുന്നു. അഭിനയിക്കേണ്ട മോഹം ഉണ്ടായിരുന്നോ എന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ് അഭിനയിക്കാൻ. പിന്നെ ഇവരെ അങ്ങനെ ചാൻസ് ആദ്യമായിട്ട് ചാൻസ് എടുക്കുന്നത് ഈ സിനിമയിലൂടെയാണ് ആദ്യമായിട്ട് അങ്ങനെ. അപ്പോൾ സെറ്റിൽ ആദ്യമായിട്ട് വരുമ്പോൾ പുതിയ സുഹൃത്തുക്കളെ കണ്ടുമുട്ടുമ്പോൾ ഉള്ള ഒരുപാട് ഈവൻ എല്ലാവരും ഭയങ്കര സ്നേഹത്തോടെ നിൽക്കുമായിരുന്നു. അങ്ങനെ വളരെ സന്തോഷമാണ്. നമസ്കാരം. കിളിക്കാറ്റ് എന്ന് പറയുന്ന സിനിമയുടെ റിവ്യൂ നടത്തുകയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നാണ് എല്ലാവരുടെ ഒരു മുഖത്തിൽ നിന്ന് മനസ്സിലാവുന്നത്, അവരുടെ തോന്നത്തിൽ മനസ്സിലാവുന്നത്. ഒരു കൊച്ചു സിനിമയാണ്, പേര് പോലെ തന്നെ ലഭ്യമാണ്. കിളിക്കാറ്റ് പോലെ ലഭ്യമാണ് സിനിമ. നമ്മൾ സിനിമ കണ്ടിറങ്ങുമ്പോൾ മനസ്സിലെന്തോ നിറഞ്ഞു നിൽക്കുന്നവരാണ്. പിന്നെ ഷാനവാസ് മോഹനാടിൻ്റെ കഥയാണ്. ചെറിയൊരു നോവലായിരുന്നു. സിനിമയാണ്. സംവിധാനം ചെയ്തിരിക്കുന്ന റിജു നായരാണ്. ഇതിൻ്റെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ പ്രഭാകരനാണ്. കൽപ്പം ബ്രിട്ടീഷ് ക്ലബിൻ്റെ ആളായിരുന്നു. ഞാൻ ഹോസ്റ്റൽ അക്കൗണ്ട്സ് പരസ്പരം അറിയാവുന്ന ആൾക്കാരായിരുന്നു. ഈ സിനിമ കുട്ടികളുടെ സിനിമയാണ്, കുട്ടികൾക്ക് വേണ്ടിയുള്ള സിനിമയാണ്, കുട്ടികളുടെ കഥ പറയുന്ന സിനിമയാണ്. കുട്ടികളെ നമ്മൾ എങ്ങനെ ചേർത്ത് പിടിക്കണം എന്ന് പറയുന്ന ഒരു സിനിമയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇറങ്ങുമ്പോൾ മനസ്സിലെന്തോ ഒന്ന് നിറഞ്ഞു നിൽക്കുന്ന പോലെ. നമ്മൾ സാധാരണ സിനിമകൾ ഇറങ്ങുമ്പോൾ പല സിനിമകളും കണ്ടിട്ട് ഇറങ്ങുമ്പോൾ മനസ്സിലൊന്നുമില്ല. അപ്പോൾ അവിടെ കണ്ടത് മാത്രമേ ഉള്ളൂ. പിന്നെ ഇറങ്ങുമ്പോൾ മനസ്സിലൊന്നുമില്ല. ഇതങ്ങനെയല്ല, മനസ്സിലെന്തോ ഒന്ന് നിറഞ്ഞു നിൽക്കുന്നതാണ്. ഇതിൻ്റെ സംവിധായകൻ റിജു നായർക്കും ഇതിൻ്റെ ബാക്കി എല്ലാ കൂടെ അഭിനയിച്ച നടന്മാർക്കും എല്ലാവർക്കും എൻ്റെ അഭിനന്ദനം. നല്ല രസമായിട്ടുള്ള സിനിമയാണ്. തീർച്ചയായിട്ടും കാണുന്നത് കുടുംബ ബന്ധങ്ങൾ ശിഥിലമായി കുട്ടികളെ അവഗണിച്ചുകൊണ്ട് രക്ഷിതാക്കൾ കുട്ടിയുടെ ആത്മസംഘർഷങ്ങളാണ് ഇതിലൂടെ നമ്മുടെ സ്കൂളുകളിലുണ്ടാവുന്ന മയക്കുമരുന്നിൻ്റെയും കാര്യങ്ങളെല്ലാം ഓർമ്മിച്ചുകൊണ്ടുള്ള ഒരു ചിത്രമാണ്. ഇത് പുതുമുഖങ്ങളുടെ വർക്ക് ചെയ്യുന്നതിൽ ഒത്തിരി പേര് പുതുമുഖങ്ങളാണ്. നമ്മുടെ 5 ആർട്ടിസ്റ്റുകൾ ഒഴിഞ്ഞു ബാക്കി എല്ലാവരും പുതുമുഖങ്ങളാണ്. ഗാനരചന, പിന്നെ സംഗീതം ഉൾപ്പെടെ പുതുമുഖങ്ങളെയാണ് നമ്മുടെ സിനിമയിൽ അണിനിരത്തിയിരിക്കുന്നത്. കുട്ടികളെല്ലാവരും പുതുമുഖങ്ങളാണ്. അപ്പോൾ എല്ലാവരെയും പുതുമുഖങ്ങളെ അണിനിരത്തിക്കൊണ്ട് ഒരു